പിന്നെ ഇനി ഭരതൻ സംവിധാനം ചെയ്ത പ്രയാണം എന്നൊരു സിനിമ, ഭരതൻ്റെ ആദ്യത്തെ പടമാണ് പ്രയാണം. അപ്പം ഈ പ്രയാണത്തിൽ വൃദ്ധനായ ഒരു പൂജാരി, ബ്രാഹ്മണ പുരോഹിതനായിട്ടാണ്. അദ്ദേഹം ദാരിദ്ര്യം പിടിച്ചൊരു ഇല്ലത്തൊന്ന് നായിക ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊരു കാമുകനുണ്ട്, മോഹൻ എന്ന നടനാണ്. പക്ഷേ അവൾ ആ വീട്ടിലെ ദാരിദ്ര്യം കൊണ്ടും അവളങ്ങനെ ഒരു, പക്ഷേ ഈ മനുഷ്യൻ വളരെ സ്നേഹവാനാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ, അത് ഭരതൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം അമ്പലത്തിൽ പൂജിക്കത്തൊരു സീനുകളുണ്ട്. അമ്പലത്തിൽ ദേവിയെ അലങ്കാരങ്ങളെ ചേർത്ത് അലങ്കരിച്ച് മുഴുക്കാപ്പൊക്കെ ചേർത്തപ്പോൾ ഇദ്ദേഹം ലക്ഷ്മിയുടെ മുഖമാണ് കാണുന്നത്, തൻ്റെ ഭാര്യയുടെ. അപ്പോൾ ഇദ്ദേഹം മനസ്സിൽ ദേവിയായിട്ട് ഭാര്യയെ കാണുവാണ്. അങ്ങനെ ആരാധിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് മറ്റ് ബന്ധങ്ങളൊന്നും ദേവിയല്ല, ദേവിയുടെ ഒരു അവിടെ അർപ്പണം, ഡെഡിക്കേഷനാണ് ആ ഭാര്യയോട് തോന്നിക്കുന്നത്. അപ്പോൾ ചെറുപ്പക്കാരിയെ ഭാര്യയാണ്, അസ്വസ്ഥതകൾ അവിടെ ഉടലെടുക്കുകയാണ്. പക്ഷേ ഭർത്താവ് ഒരു ദേവിയുടെ രൂപത്തിലാണ് കാണുന്നത്. ആ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഭരതൻ പറഞ്ഞിട്ടുണ്ട്, അവിസ്മരണീയമാണ്. അദ്ദേഹം തുലോം പുതിയ ഡയറക്ടർ, പക്ഷേ കൊട്ടാരക്കരെ കണ്ട ആ മായാമുഖം ഒരിക്കലും മറക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാർവതിയിലും ഒരു തകർന്ന കൊട്ടാരത്തിലെ ലതയും പ്രേംനസീറും ഒക്കെ അഭിനയിച്ച കാക്കനടൻ നോവൽ പാർവതി, അതിലും ഒരു തകർന്ന, എല്ലാം കണ്ടും കേട്ടും അവിടെ പലതും നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തന്നത് അറിയേണ്ട കാര്യം, എനിക്ക് ആഹ്ലാദിക്കണം, ജീവിക്കണം എന്ന തത്വം ചെയ്യുന്ന ഒരു കോവിലൻ തമ്പുരാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ഉറങ്ങിയല്ലേ? മറ്റുള്ളവരൊക്കെ ഉറങ്ങി. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാൻ കേട്ടോ. ഇന്നലെ ആ ഉണ്ണിയെ പൂജ ഏൽപ്പിച്ചിട്ടാ പോന്നതേ. വേണ്ട പോലെ ഒന്നും ചെയ്ത് കാണില്ല. പ്രസാദം മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കിഴക്കിയതിലെയാ. ഓ, മനസ്സിലായി. നമ്മുടെ രാമന്റെ എന്നെ വേദവും മന്ത്രവും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാ സാവിത്രിയുടെ അച്ഛൻ. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ എനിക്ക് നല്ലോണം അറിയാം. ഞാൻ നേരിട്ട് കണ്ടൊരു അനുഭവമാണ്. എൻ്റെ വീട്ടിനടുത്താണ് മലയാളത്തിൻ്റെ SK നായർ ചെമ്പരത്തി എന്ന സിനിമ. അത് മലയാളത്തിൽ സുധീർ, രാഘവൻ, കുറേയധികം പുതുമുഖങ്ങൾ സംഭാവന ചെയ്തൊരു പടം, ഒരുപാട് ഹിറ്റായ പടം. ചെമ്പരത്തിയിൽ നായിക ശോഭനയുടെ അച്ഛനായിട്ടാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇദ്ദേഹം അഭിനയിക്കുക, ഷൂട്ടൊക്കെ. അപ്പം ശബരിമല സെറ്റുണ്ട്, ഞങ്ങളൊക്കെ അത് പങ്കെടുത്ത് ആ ശബരിമല മകളോട് യാത്ര, ശബരിമലക്ക് അന്ന് 2-3 ദിവസമൊക്കെ പോകണം. അന്ന് പോകണമെന്നില്ല സമയം. അങ്ങനെ പോയിട്ട് വരുമ്പോഴാണ് മകളിങ്ങനെ കിണറ്റിച്ചാടി മരിച്ചു എന്നാണ് ഡെഡ് ബോഡി. പക്ഷെ അന്നത്തെ കാലത്ത് വെച്ചുകൊണ്ടിരിക്കാൻ മൊബൈൽ മോർച്ചറിയൊന്നും ഇല്ല, അടക്കുവാണ്. മകൾ വന്നപ്പം ഈ വാർത്തയാണ്, എൻ്റെ മോളെ നീ പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ കറുത്ത വസ്ത്രം കരയുന്നൊരു പിതാവിൻ്റെ ചിത്രമുണ്ട്. PN മേനോൻ കട്ട് പറയാൻ മറന്നു യഥാർത്ഥത്തിൽ. അപ്പം അതിനുമുമ്പ് ഷോട്ടിന് മുമ്പ് അദ്ദേഹം ഒരു നിമിഷം നിന്ന് ക്യാമറ, അശോക് കുമാർ അന്ന് ക്യാമറ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നിന്നിട്ട് ശരി ടോക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു ഗ്ലിസറിൻ പോലും ഇല്ലാതെ അദ്ദേഹം കരയുന്നത് ഞാൻ കണ്ടുകൊണ്ടുന്ന കാഴ്ചയാണ്. എന്റെ മോൾ എന്തെല്ലാം വായിക്കണമെന്ന് പറഞ്ഞു. എന്തിനാ അവിടെ ഇനി വിളി മോളെ. എന്റെ മോളെ, അല്ല മകളെ. അദ്ദേഹം മദ്യപിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഷോർട്ട് സമയത്ത് അദ്ദേഹം പെർഫെക്ഷനായിരുന്നു ആ ക്യാരക്ടറിൽ, എല്ലാ ക്യാരക്ടറും. അതേ കണക്ക് മൈ ഡിയർ കുട്ടിച്ചാത്തലിലെ മന്ത്രവാദി ഉദയായ്ക്ക് അതേ കണക്കൊരു മന്ത്രവാദി പിന്നെ കിട്ടുമോ? അദ്ദേഹത്തിനറിയാം 3D ചിത്ര ജിജോ പറഞ്ഞു കൊട്ടാരക്കര തന്നെ വിളിക്കണം മന്ത്രവാദിയായിട്ട്. അദ്ദേഹം ആ വയ്യാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ പടമായിരുന്നു അദ്ദേഹം.
ഇനി ഈ നാടകങ്ങളിൽ അഭിനയിച്ച് അദ്ദേഹം പൈസയൊന്നും വളരെ ഉണ്ടാക്കിയില്ല. അതാണ് അദ്ദേഹം എല്ലാവരും വളരെ തുച്ഛമായ പൈസ കൊടുത്ത് അദ്ദേഹം പറയും സിനിമയൊക്കെ ഒരു മായക്കാഴ്ചയാണ്, പലരും ദാരിദ്ര്യം, എന്നാലും അദ്ദേഹം കുടുംബത്തെ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോയി മക്കളെയൊക്കെ ഒരു വിധം പഠിപ്പിച്ച്. അദ്ദേഹത്തിൻ്റെ മകനാണ് സായി കുമാർ. ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം കണ്ട് സായി കുമാർ ഞാൻ ഒരിക്കലും മദ്യപിക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല കലാകാരന് ചില ദൗർബല്യങ്ങൾ കാണും, അങ്ങനെ വന്നതാണ്. അദ്ദേഹം നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു. സിനിമയില്ലാത്ത കാലം നാടകം. എൻ്റെ സുഹൃത്ത് കൊല്ലത്ത് സുരേഷ് ഷാജി എന്നൊരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ സരിത തിയേറ്റേഴ്സ് നാടകം. അങ്ങനെ ഇവരൊരു ഡൽഹി പ്രോഗ്രാം ബുക്ക് ചെയ്തപ്പോഴത്തേ അദ്ദേഹത്തിൻ്റെ മകള് ശോഭയും കൂടെ അഭിനയിച്ച നടൻ KPSC അഭിനയിച്ചുകൊണ്ട് മോഹൻകുമാറോട് പ്രേമത്തിലെ കല്യാണം നിശ്ചയിച്ചു. പക്ഷേ ഇവർ അതേസമയം ഡൽഹി പ്രോഗ്രാം ബുക്ക് ചെയ്തു. പക്ഷേ ഡൽഹി പ്രോഗ്രാം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞ് കല്യാണത്തിൽ വരാമെന്നുള്ള ഡേറ്റിലാണ് പോകുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, അതാണ് ഒരു കലാകാരൻ്റെ ദൗർഭാഗ്യം. അതാണ് അവിടെ ചെല്ലുന്നതിന് അടുത്ത ദിവസം ഇന്ദിരാഗാന്ധി മരിക്കുക, വെടിയേറ്റ് മരിക്കുക, ഒക്ടോബർ 31. പക്ഷേ 15 ദിവസം ഡൽഹിയിൽ ദുഃഖാചരണമാണ്, ഭയങ്കര ബഹളങ്ങൾ. അവസാനം മലയാളി സമാജത്തിൻ്റെ ചെലവിൽ ഇവർ താമസിക്കുക. നാടകം നവംബർ 15 ശേഷം അവതരിപ്പിക്കും. നവംബർ 16 കല്യാണമാണ്. അവസാനം എന്തിനു പറയുന്നു, ഇപ്പം മകൾക്കെല്ലാം ഭയങ്കര ദേഷ്യം അച്ഛൻ. പക്ഷേ കലാകാരൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ ധർമ്മം ഈ ബുക്ക് ചെയ്ത വടക്കേ ഇന്ത്യൻ പ്രേക്ഷ കൊട്ടാരക്കര ഉള്ളവരോട് നാടകം ബുക്ക് ചെയ്തേക്കുന്നത്. അദ്ദേഹം പറയും, ഈ സിനിമയുടെ ഇടയ്ക്ക് എങ്ങനെ നിങ്ങൾ റിഹേഴ്സൽ ചെയ്യും? അതൊന്നും പറയണ്ട, സീൻ വരുമ്പോൾ സീനിൻ്റെ ഏകദേശം രൂപം പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കി അദ്ദേഹം ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ. അങ്ങനെ ഒരു നടനായിരുന്നു. ഓരോ സീനിലും കണ്ടന്റ് പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അദ്ദേഹം കൈനിട്ടങ്ങ് ചെയ്തോളൂ. അങ്ങനെ ആ നടൻ. അപ്പോൾ വെള്ളി നക്ഷത്രം ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണ ചിത്രം അടിച്ചു വന്നു. ആ മുഖചിത്രം അദ്ദേഹം ആരോ കൊണ്ടുകൊടുത്ത് വായിച്ച് കരയുവാണ്. ഒരു പിതാവാണ് അവിടെ. പിതാവിൻ്റെ കരച്ചിൽ അടക്കിയിട്ട് അന്ന് വൈകുന്നേരം സ്റ്റേജിൽ കയറിയിട്ട് പറയുവാണ്, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു, മാല എടുത്ത് കൊടുക്കേണ്ടത് ഞാനാണ്, പക്ഷേ കല്യാണം നല്ലോണം നടന്ന്. പക്ഷേ ഒരു അച്ഛൻ എന്നതിലുപരി ഞാൻ നടനും കൂടാണ്, എനിക്കൊരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്, എന്നെ കാണാനാണ് നിങ്ങളിവിടെ വന്നത്. അപ്പം നിങ്ങളുടെ മുമ്പ് ഞാൻ വന്നതിന് തെറ്റുകാരനാവും. ആ തെറ്റിന് കലാകാരൻ എനിക്ക് മാപ്പ് തരത്തില്ല. അതുകൊണ്ട് ഞാനിവിടേക്ക് സന്തോഷമുള്ളൂ. മകളുടെ കല്യാണത്തിന് ഭാഗത്ത് വിഷമമുണ്ടെങ്കിലും ഒരു കലാകാരൻ്റെ ധർമ്മം നിറവേറ്റിയെന്ന് അദ്ദേഹം നാടകത്തിന് ഭയങ്കര കയ്യടിയായിരുന്നു. അത് സുരേഷ് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് വീടിന് തൊട്ടടുത്ത് നടന്നു പോകുമ്പോഴാണ് ഈ രാജയോഗ നാടകത്തിൽ കൊടുക്കുമ്പം അദ്ദേഹത്തിന് ഒരു വടി കൊടുത്തു. വടി എനിക്ക് വേണോടാന്ന് പറഞ്ഞു. അങ്ങനെ ഈ മദ്യപിച്ചൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ഈ വടി വെച്ചാണ് നടക്കുന്നത്. ഏതായാലും വടിയും കുത്തി വീട്ടിലെ ഒരു സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ മറിഞ്ഞടിച്ച് വീഴുകയാണ്. തലയ്ക്കടിയേറ്റാണ് വീണത്. ഉടനെ തന്നെ കൊല്ലം ഉപാസന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം വൈകുന്നേരത്തോടെ മരണമടഞ്ഞു. അങ്ങനെ കലാകേരളത്തിൻ്റെ ശബ്ദ ഗാംഭീര്യമുള്ള ആജാനുബാഹുവായ രാജാപ്പാട്ട് എന്ന് ഞാൻ വിളിക്കുന്ന, രാജാപ്പാട്ട് കേട്ട ഇത്രയും മിടുക്കനായ ഒരു നടൻ, അല്ലെ ശബ്ദ നിയന്ത്രണത്തിലൂടെ ശബ്ദം കൊണ്ട് മലയാളിയെ പ്രകമ്പനം വെച്ച് കൊട്ടാരക്കര ശ്രീധരൻ അങ്ങനെ നമ്മോട് ഇവിടെ പറഞ്ഞു. ഇന്നും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓർക്കാറുണ്ട്, മലയാളത്തിൽ ഇത്രയും ശബ്ദ നിയന്ത്രണമുള്ള നടൻ മലയാളത്തിലില്ല. ആ മോഡുലേഷൻ, ആ ശബ്ദത്തിൻ്റെ വ്യത്യാസമാണ് മലയാളികളെ കൊണ്ടുവന്നത്. അദ്ദേഹം എത്രയോ കഥാപാത്രങ്ങളിലൂടെ, നാടകങ്ങളിലൂടെ, പുതിയ സംവിധായക സിനിമകളിലൂടെ, രാധ എന്ന പെൺകുട്ടിയിൽ, ബാലേന്ദ്ര മേനോൻ സിനിമയിലൊക്കെ അദ്ദേഹം അവസാന കാലത്ത് അഭിനയിച്ചിരുന്നു. താരാട്ടിലുണ്ടായിരുന്നു. എല്ലാ സിനിമയിലും അദ്ദേഹം നല്ല കഥാപാത്രങ്ങളാണ്. ഏത് ഡയറക്ടറും നോക്കാതെ, എന്തും നോക്കാതെ അദ്ദേഹത്തിൻ്റെ റോള് ഭംഗിയാക്കി ചെയ്തു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വില്ലനായിട്ടും നാട്ടുമ്പുറത്ത് അമ്മാവനായിട്ടും രാജാവായിട്ടും ഒക്കെ വേഷം കെട്ടിയ നടൻ മലയാള സിനിമയിലെ ഒരു ചരിത്രം തന്നെയാണ്. ഇന്നും ചെമ്മീൻ കണ്ട ആരും, വിദേശത്തൊക്കെ പോയിട്ടെങ്കിൽ ചെമ്മീനിലെ ചെമ്പൻകുഞ്ഞ് ആരും മറന്നിട്ടില്ല. ജപ്പാനിലൊക്കെ പ്രദർശിച്ചപ്പോൾ ഈ നടൻ ഹോളിവുഡിലായിരുന്നെങ്കിൽ ലോക പ്രശസ്തി നേടിയനെന്ന് പറഞ്ഞതാണ്. ശിവാജി ഗണേശനും MGR, ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു കാര്യം പറയാം. അദ്ദേഹം സത്യ സ്റ്റുഡിയോ ഷൂട്ടിംഗ് നടക്കുക, MGRനെ കാണുന്നൊരാഗ്രഹം, അദ്ദേഹത്തിൻ്റെയാണ് സ്റ്റുഡിയോ. അങ്ങനെ അദ്ദേഹം MGRനെ കാണുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ശരി, MGR ഇപ്പോൾ വരുമെന്ന് കാണാൻ ചെന്നപ്പോൾ MGR, അയ്യോ നീങ്കളാ പെരിയ ആർട്ടിസ്റ്റ് തന്നെ പറഞ്ഞ് MGR കൈ തൊഴുന്നത്, നിങ്ങളാണ് പെരിയ, നിങ്ങളോട് ആരുമില്ല, ഞങ്ങളൊക്കെ ചുമ്മാ നിൽക്കുന്നേ ഉള്ളൂ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാണ്. ഇതാണ് കൊട്ടാരക്കര തിരിച്ചറിഞ്ഞ നടൻ. കൊട്ടാരക്കര മലയാളികളുടെ മാത്രമല്ല, തമിഴരുടെ മാത്രമല്ല, തെലുങ്കരുടെ മാത്രം, ഇന്ത്യ മൊത്തത്തിൽ ചെമ്മയിലൂടെ അദ്ദേഹത്തെ അറിഞ്ഞു. മലയാളികൾ ഇന്നും ഓർക്കേണ്ട ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ സ്മാരകം പോലും നമ്മൾ കൊട്ടാരക്കര കിട്ടി, ഒരു പ്രതിമ കിട്ടി. അതെന്തോ വിവാദത്തിലാണെന്ന് പറയുന്നുണ്ട്.
അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്. ഇനിയെങ്കിലും ആ പ്രതിമ നല്ല രീതിയിൽ വെച്ചിട്ട് കൊട്ടാരക്കര നല്ലൊരു സ്മാരകം ഉണ്ടാക്കണമെന്ന് ഞാനിവിടുത്തെ കേരളത്തിലെ കലാകാരന്മാരോടും അധികാരികൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ചെയ്ത് ഞങ്ങൾക്ക് ആ നടൻ നൽകിയ സന്തോഷവും സന്തോഷം കൊണ്ട് പറയണം, ആ മനുഷ്യനെ ഓർക്കണം. മലയാളത്തിലെ ആൾക്കാരും ഗവൺമെൻറ്റും എല്ലാം കലാകാരന്മാരും സിനിമാ പ്രവർത്തകർ ചേർന്ന് അതിന് ഉചിതമായ സ്മാരകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മധുരം മലയാളം ചാനൽ കാണണം, എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. തെറ്റുകളും കുറവുകളും ഉണ്ട്. നേരത്തെ കുറവുകൾ പറഞ്ഞ് ഏതൊക്കെ വിട്ടുപോയെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ എപ്പോഴും ഓർത്ത് പറയുന്നുള്ള മറവി വരും, മനുഷ്യനല്ലേ. ഇനി ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, തെറ്റുകളുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കുക. എല്ലാവർക്കും നന്ദി. കാണുക.